ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 69ാമത്തെ ശ്ലോകം നോക്കാം. ഏകാകാരം കലിം ദൃഷ്ട്വാ സാരവത് സാരനീരസം വിഷ്ണുരാധഃ സ്ഥാപിതവാൻ കലിജാനാം സുഖായ ച. ഇനി നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ഏകാകാരം, ഏകാകാരം എന്ന് ഏകം എന്നാൽ ഒന്ന്, ഏക ആകാരം, ഒരേ ഒരു ആകാരത്തോട് കൂടിയ, രൂപത്തോട് കൂടിയ. ഇവിടെ ആകാരം എന്ന് പറയുന്ന ഗുണത്തിനെയാണ് ഇവിടെ പറഞ്ഞു വരുന്നത്, കലിയുടെ കാര്യമാണ്. ഭക്തിദേവി ചോദിക്കുകയുണ്ടായി, നമ്മൾ കണ്ടിരുന്നു അല്ലേ, എന്തുകൊണ്ടാണ് ധർമ്മിഷ്ഠനായിട്ടുള്ള പരീക്ഷിത്ത് മഹാരാജാവ് അധർമ്മത്തിൻ്റെ ഒരു നേർക്കാഴ്ചയായിട്ടുള്ള കലിയെ, അല്ലെങ്കിൽ ഈ കലിയുഗത്തിൽ അധർമ്മമാണ് നമുക്ക് എങ്ങും കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അധർമ്മം നിറഞ്ഞു നിൽക്കുന്ന ഈ കലിയെ എന്തുകൊണ്ടാണ് തൻ്റെ രാജ്യത്ത് ഇരിക്കാൻ ഇട കൊടുത്തത്, എന്തുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു അനുവാദം കൊടുത്തത് എന്ന് പറയുകയുണ്ടായി, എന്ന് ഭക്തിദേവി ചോദിക്കുകയുണ്ടായി നാരദ മഹർഷിയോട്. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരമാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. ഏകാകാരം, ഒരേ ഒരു ഗുണത്തോടു കൂടി. ഇവിടെ ആകാരം എന്നതുകൊണ്ട് ഗുണം എന്നുള്ള അർത്ഥത്തിലാണ്. ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ഒരു കലിയുടെ സ്വഭാവം തന്നെ അധർമ്മത്തിന് ചേരുന്ന വിധത്തിലുള്ളതാണ്. ആ ഒരു ഗുണത്തോട് കൂടിയതാണ് ഈ കലിയുഗം. അതുകൊണ്ട് തന്നെ ആ കലിയുഗത്തിൽ ജീവിക്കുന്നവരിലേക്കും ആ ഒരു അധർമ്മത്തിനുള്ള രുചി കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരേ ഒരു ഗുണത്തോടു കൂടിയ കലിം എന്നാൽ കലിയെ, ദൃഷ്ട്വ കണ്ടിട്ട്, സാരവത് എന്ന് പറഞ്ഞാൽ സാരത്തെ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അംഗീകരിക്കുന്ന. കാരണം ഈ കലിക്ക് അനേകം അരുതാത്ത വശങ്ങൾ ഉണ്ടായിട്ടും, മോശം വശങ്ങൾ ഉണ്ടായിട്ടും അതിൽ നിന്നും സാരത്തെ മാത്രം സ്വീകരിക്കുന്ന. നമുക്ക് ഒരു പൂവിൽ ഒരു വണ്ട് വന്നിരുന്നാൽ അതിൽ നിന്നും തേൻ മാത്രം കുടിച്ചിട്ട് പൂവിൻ്റെ ബാക്കിയുള്ളവയൊക്കെ ഉപേക്ഷിക്കുന്നത് പോലെ, എന്താണോ അതിൻ്റെ സാരമായിട്ടുള്ളത് ആ സാരത്തെ മാത്രം സ്വീകരിക്കുക, ബാക്കിയുള്ള മോശം വശങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ട് ആ സാരത്തെ മാത്രം സ്വീകരിക്കുന്ന സാരനീരസം, സാരവത്തായിട്ടുള്ള. ഇവിടെ ഈ സാരവത്ത് എന്ന് പറയുന്ന പരീക്ഷിത്ത് മഹാരാജാവിനെ കുറിച്ചാണ്. പരീക്ഷിത്ത് മഹാരാജാവ് തൻ്റെ ചുറ്റിനും കാണുന്നതിലെ നന്മയെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവയിലുള്ള ആ അരുതാത്ത വശങ്ങളെ, മോശം വശങ്ങളെയൊക്കെ തീർത്തും അവഗണിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. എന്ത് കണ്ടാലും അതിലൊക്കെ നന്മയെ കാണാൻ കഴിയുന്ന ഒരു സജ്ജനമായിരുന്നു പരീക്ഷിത്ത് മഹാരാജാവ്. അപ്പോൾ അങ്ങനെയുള്ള സാരവത്തായിട്ടുള്ള പരീക്ഷിത്ത് മഹാരാജാവ് സാരനീരസം, സാരത്തിൽ നീരസം ഉണ്ടാക്കുന്ന എന്ന് പറഞ്ഞാൽ സത്തായിട്ടുള്ളത് എന്താണോ, സാരം എന്ന് പറഞ്ഞാൽ സത്തായിട്ടുള്ള നല്ലതിൽ ഒക്കെ തന്നെയും നീരസം കാണുന്ന. സത്തെന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ സത്തായിട്ടുള്ളത്. ആ പൂർണ്ണമായും സത്തിൻ്റെ ഭാവത്തിലിരിക്കുന്ന ആ ഈശ്വരനിൽ അല്ലെങ്കിൽ ആത്മീയമായ തത്വവിചാരങ്ങളിൽ നീരസം ജനിപ്പിക്കുന്നതാണ് ഈ കലി. അപ്പോൾ അങ്ങനെയുള്ള ഇവിടെ രണ്ടു പേരാണ് നിൽക്കുന്നത്. ഒരു വശത്ത് പരീക്ഷിത്ത് മഹാരാജാവും ഒരു വശത്ത് കലിയും. പരീക്ഷിത്ത് മഹാരാജാവാകട്ടെ എല്ലാത്തിലെയും നന്മയെ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തി, എല്ലാത്തിൻ്റെയും സാരത്തെ അംഗീകരിക്കുന്ന വ്യക്തിയും, മറുഭാഗത്ത് കലി നിൽക്കുന്നതാകട്ടെ എല്ലാ സാരമായിട്ടുള്ളതിലും നീരസം ജനിപ്പിക്കുന്നതുമായിട്ടുള്ള കലിയുമാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കലിയെ വിഷ്ണുരാധഃ എന്നാൽ ഭഗവാൻ വിഷ്ണുവിനാൽ സംരക്ഷിക്കപ്പെട്ടവൻ, അതിനാൽ തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവൻ. ആ ഒരു സംരക്ഷണത്തിൻ്റെ കവചം കൊണ്ട് ഭഗവാനെ ജീവിതത്തിലേക്ക് ഭഗവാൻ തിരിച്ചു കൊണ്ടുവന്നവൻ. നമുക്കറിയാം, പരീക്ഷിത്ത് മഹാരാജാവിനെ ആ ഒരു ഉത്തരഗർഭത്തിൽ വെച്ച് ആ ഒരു പരീക്ഷണങ്ങളെയൊക്കെ ജയിപ്പിച്ച് ആ ബ്രഹ്മാസ്ത്രത്തിൻ്റെ ശക്തിയെ
ഒരു ആവരണമായി, അതിൻ്റെ മുന്നിൽ ഒരു കവചമായി നിന്നുകൊണ്ട് ശ്രീ പരീക്ഷിത്തിനെ സംരക്ഷിച്ചവനാണ് ശ്രീ ഭഗവാൻ. അതുകൊണ്ട് ഇവിടെ വിഷ്ണുരാധഃ, വിഷ്ണുവിനാൽ സംരക്ഷിക്കപ്പെട്ടവൻ, അങ്ങനെയുള്ള അപ്പോൾ വിഷ്ണുരാധഃ എന്ന് പറഞ്ഞാൽ പരീക്ഷിത്ത് മഹാരാജാവ്. പരീക്ഷിത്ത് മഹാരാജാവ് സ്ഥാപിതവാൻ, സ്ഥാപിതവാൻ എന്നാൽ നിലനിർത്തി, അല്ലെന്നുണ്ടെങ്കിൽ അഭയം കൊടുത്തു ആ കലിക്ക്. കാരണം കലിജാനാം സുഖായച, കലിജാനാം ഈ കലികാലത്ത് ജനിക്കുന്നവരുടെ സുഖായച സുഖത്തിനായിക്കൊണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ഇതിനകത്ത് സംശയങ്ങൾ തോന്നാവുന്നതാണ്. കലികാലത്ത് ജനിക്കുന്നവർക്ക് അവരുടെ സുഖത്തിനായിക്കൊണ്ട് എന്തിനാണ് കലിയെ നിലനിർത്തിയത്? നമുക്കറിയാം, കലി ഒരുപാട് തെറ്റുകൾ അല്ലെങ്കിൽ അധർമ്മങ്ങളെ മുളപ്പിക്കാനുള്ള വിത്ത് അല്ലെങ്കിൽ അതിനുള്ള ഒരു കളം ഒരുക്കുന്ന, ഒരു ഇടം സൃഷ്ടിക്കുന്ന ഒന്നാണ് ഈ കലി എന്ന് പറയുന്നത്. അരുതാത്ത ചിന്തകൾ, അരുതാത്ത വാക്കുകൾ, അരുതാത്ത വികാര വിചാരങ്ങളിലൂടെ മനുഷ്യനെ കടത്തിക്കൊണ്ടുപോയി അധർമ്മത്തിൻ്റെ പാതയിലേക്ക് നയിക്കുന്നതാണ് കലിയുടെ ഒരു വിഹാര രംഗം എന്ന് പറയുന്നത്, വിഹാര രീതി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കലിയെ എല്ലാ ആ ഘോരമായ പരീക്ഷണത്തിൽ നിന്നുമൊക്കെയും ഭഗവാനാൽ സംരക്ഷിക്കപ്പെട്ട ശ്രീ പരീക്ഷിത്ത് മഹാരാജാവ് തന്നെയുമല്ല, തൻ്റെ ചുറ്റിനുമുള്ള എല്ലാത്തിലെയും നന്മയെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ശ്രീ പരീക്ഷിത്ത് മഹാരാജാവ് അതേസമയം സത്തായിട്ടുള്ളതിലൊക്കെ അനിഷ്ടത്തെ ജനിപ്പിക്കുന്ന കലിയെ ഈ ഭൂമിയിൽ നിൽക്കുവാൻ അനുവാദം കൊടുത്തു, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ അതിന് അഭയം കൊടുത്തുകൊണ്ട്, അതിനൊരു സ്ഥാനം കൊടുത്തുകൊണ്ട് നിലനിർത്തിയത് ഈ കലികാലത്ത് ജനിക്കുന്നവരുടെ സുഖത്തിനായിക്കൊണ്ടാണ്. സുഖമെന്നാൽ ക്ഷേമം, ക്ഷേമമെന്നാൽ നന്മയ്ക്കായിക്കൊണ്ട്, അഥവാ ആ ഭഗവാനിങ്കലേക്ക് അഥവാ സാരത്തിലേക്ക് നടന്നെടുക്കാൻ ഈ അസാരത്തിൻ്റെ സാന്നിധ്യം ഉതകും, അല്ലെങ്കിൽ അസാരത്തിൻ്റെ മറുവശത്തുള്ള ഒരു നേരിയ വെളിച്ചം ഉതകുമെന്ന് പരീക്ഷിത്ത് മഹാരാജാവിന് മനസ്സിലായിരിക്കുന്നു. നമുക്ക് ഇരുട്ടുണ്ടെങ്കിലേ വെളിച്ചത്തിൻ്റെ മഹത്വം അറിയുകയുള്ളൂ. ഇവിടെ അധർമ്മത്തിൻ്റെ എല്ലാ രീതിയിലുമുള്ള വിളനിലമായി ഒരു ഭാഗത്ത് കലി വർത്തിക്കുമ്പോൾ ആ അധർമ്മത്തിൻ്റെ നടുവിലൂടെ ഭഗവാനിലേക്ക് നടന്നെടുക്കാൻ ഒരു കൈത്തിരിവെട്ടം ഈ കലി നമുക്ക് നൽകുന്നുണ്ട്. നമുക്ക് പൂന്താനം തിരുമേനി നമുക്ക് ജ്ഞാനപ്പാനയിലൂടെ കലികാലത്തിൻ്റെ മഹത്വം പറയുമ്പോൾ പറയുന്നുണ്ട്, യുഗം 4 നല്ലു കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. ഇവിടെ ഭൗതികമായ എല്ലാ സുഖങ്ങളുടെയും നടുവിലിരിക്കുമ്പോഴും മുക്തിയിലേക്ക് എത്തിച്ചേരുവാൻ ഏറ്റവും നല്ലത് ഈ കലികാലമാണ്. കാരണം തിരുനാമ സങ്കീർത്തനമെന്നിയെ മറ്റില്ലേതുമേ യത്നമറിഞ്ഞാലും, യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നമുക്ക് മറ്റുള്ള 3 യുഗങ്ങളിലും നോക്കിയാൽ ഭഗവാന്റെ പ്രീതിക്കായിക്കൊണ്ട് പലതരത്തിലുള്ള സാധനാമാർഗങ്ങളും അനുഷ്ഠിക്കേണ്ടിയിരിക്കുന്നു, തപസ് ചെയ്യേണ്ടിയിരുന്നു. ഘോരമായ തപസ് ചെയ്ത് ഭഗവാനെ പ്രീതിപ്പെടുത്തിയ ഒരുപാട് പേരുടെ കഥകൾ നമുക്ക് ഭാഗവതത്തിൽ കാണാം. അത് ഈ മുൻപുള്ള 3 യുഗങ്ങളിലും അത് നടന്നിട്ടുണ്ടെങ്കിൽ ഭഗവാനെ അവിടുത്തെ തിരുനാമ സങ്കീർത്തനം ഒന്നുകൊണ്ട് തന്നെ അവിടുത്തെ പ്രീതിപ്പെടുത്താനാകും എന്നുള്ള ഒരു മേന്മ, എന്നുള്ള ഒരു കൈത്തിരിവെട്ടം കലിക്കുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ പരീക്ഷിത്ത് മഹാരാജാവ് ആ കലിക്കിവിടെ ഇരിപ്പിടം കൊടുത്തത്. ചുറ്റിനും ചാരം മൂടിയിരിക്കുമ്പോഴും ഉള്ളിൽ ഒരു അഗ്നിയുടെ നാളം എരിയുന്നുണ്ടെന്ന് പരീക്ഷിത്ത് മഹാരാജാവിന് മനസ്സിലായി.
ചുറ്റിനും കലിക്ക് ധാരാളം അധർമ്മത്തിൻ്റെ കരിനിഴലുണ്ടെങ്കിലും നടുവിൽ ഒരൽപ്പം ആശ്വാസത്തിൻ്റെ കൈത്തിരി വെട്ടമുണ്ട്. കാരണം ഈ കലിയിൽ മാത്രമേ ഇങ്ങനെ ഒരു സൗഭാഗ്യം ഭക്തർക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ കലിയിൽ ജനിക്കുന്നവരുടെ സുഖത്തിനായിക്കൊണ്ട്, ആ ക്ഷേമത്തിനായിക്കൊണ്ട്, ആ മോക്ഷത്തിനായിക്കൊണ്ട്, അവരുടെ നന്മയ്ക്കായിക്കൊണ്ടാണ് ആ പരീക്ഷിത്ത് മഹാരാജാവ് മുന്നേ കൂട്ടി ഇത് കണ്ടുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ആയിക്കൊണ്ടാണ് കലിയെ ഇവിടെ നിലനിർത്തിയത്. അങ്ങനെ ഈ അധർമ്മത്തിൻ്റെ ആ ഒരു ദുഃഖഭാവം, അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിൽ അധർമ്മം വർത്തിക്കാമോ, ഇന്ദ്രിയങ്ങൾക്ക് അധിഷ്ഠിതമായിക്കൊണ്ട് കാമക്രോധ ലോഭമോഹാദികളുടെ ബലത്തിൽ ഇവിടെ അധർമ്മം കൊടികുത്തി വാഴുമ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിനെ പിന്തിരിപ്പിക്കാൻ, മനസ്സിനെ ശാന്തമാക്കി വെക്കാൻ ഭഗവാന്റെ നാമസങ്കീർത്തനം കൊണ്ട് മാത്രമേ കഴിയൂ എന്ന് പരീക്ഷിത്ത് മഹാരാജാവിന് അറിയാമായിരുന്നു. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഈ കലിയുഗത്തിലെ എല്ലാ ദുഃഖങ്ങളുടെയും, അല്ലെങ്കിൽ ഈ അധർമ്മത്തിൻ്റെ ചുറ്റിനും നടക്കുന്ന അധർമ്മത്തിൻ്റെ ആ ഒരു ഭാവം നമ്മുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ തന്നെയും ഈ അധർമ്മം കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ നമ്മളെ നേരെ ഭഗവാനിലേക്ക് തന്നെ കൊണ്ടെത്തിക്കും. കാരണം ഇതിൽ നിന്നൊരു ശാന്തി കിട്ടണമെങ്കിൽ ഭഗവാനെ, അവിടുത്തെ നാമത്തെ ഉറക്കെ ജപിക്കുകയേ മാർഗമുള്ളൂ എന്ന് പരീക്ഷിത്ത് മഹാരാജാവിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഈ കലിയെ ഇവിടെ നിലനിർത്തിയത്. ഈ കലിയുഗത്തിൽ നമ്മളെപ്പോലെ ജനിച്ചു വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ആ ഭഗവാനെ ചിന്തിക്കുവാൻ, ഭഗവാന്റെ നാമസങ്കീർത്തനം കൊണ്ട് തന്നെ മോക്ഷപദവിയിലേക്ക് എത്തിച്ചേരുവാനായി നമ്മളോട് കാണിച്ചൊരു കാരുണ്യമാണ് പരീക്ഷിത്ത് മഹാരാജാവ് ഈ ഭൂമിയിൽ കലിയെ നിലനിർത്തിയത്. ഇവിടെ പരീക്ഷിത്ത് മഹാരാജാവ് അങ്ങനെയൊരു കാരുണ്യം നമ്മളിൽ ചൊരിയുമ്പോൾ ഒപ്പം ഒന്നുകൂടി പറഞ്ഞു തരുന്നു, നമ്മളുമൊക്കെ സാരവിത്തായി മാറണം. നമ്മുടെ ചുറ്റിനുമുള്ളവയിലെ നന്മകളെ കാണാനും അംഗീകരിക്കാനും അതിനെ നിലനിർത്തത്തക്ക വിധത്തിൽ ആവണം നമ്മുടെ ഓരോ കർമ്മവും എന്നുകൂടി നമുക്കിവിടെ പഠിപ്പിച്ചു തരികയാണ് പരീക്ഷിത്ത് മഹാരാജാവ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. ഏകാകാരം കലിം ദൃഷ്ട്വാ സാരവത്സാരനീരസം വിഷ്ണുരാധഃ സ്ഥാപിതവാൻ കലിജാനാം സുഖായ ച. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഏകാകാരമാണ്. അതുകൊണ്ട് തന്നെ ആ ആകാരം എന്നുള്ളതിൻ്റെ അകാരം നീട്ടിയെടുക്കുക. പിന്നെ അടുത്തത് വിഷ്ണുരാധ, അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. പൊതുവെ എളുപ്പമുള്ള ഒരു ശ്ലോകം തന്നെയാണിത്. ഇത്രയും കാര്യങ്ങളെ ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളൂ. ഹരേ കൃഷ്ണ.